നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചിക്കൻ മസാലയാണ്. തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്യുന്ന ചിക്കൻ വറുത്തിട്ടുള്ള ചിക്കൻ മസാല. ചിക്കൻ മസാല തയ്യാറാക്കാനായിട്ട് നമ്മൾ 250 ഗ്രാമോളം ചിക്കൻ എടുത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഒട്ടും വെള്ളമില്ലാതെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ച് അതിലേക്ക് മസാല ഓരോന്നായിട്ട് ഇടാണ്. ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/4 ടേബിൾ സ്പൂണോളം, അല്പം കോൺഫ്ലവർ ഇത്രയും ചേർത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇതിൽ അത്യാവശ്യം നല്ലോണം തന്നെ മസാല ഉണ്ട്. അത് നമ്മൾ ഓയിൽ ഒഴിച്ച് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാണ്. ഓവർ ഡീപ്പാക്കുന്നില്ല, ഒരു മീഡിയം ലെവലിൽ നമ്മളതിനെ ഫ്രൈ ചെയ്ത് മാറ്റാണ്. ഈ ഫ്രൈ ചെയ്ത ചിക്കനിലാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു കടായിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. നമ്മൾ ചിക്കൻ വറുത്ത ഓയിൽ തന്നെയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഒരു വെളുത്തുള്ളിയുടെ പകുതി എടുത്ത് വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള പീസ് നമ്മൾ ഇട്ടു. അതിലേക്ക് 1/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി 3-4 പീസ് ഇട്ട് കൊടുത്തു. അതിലേക്ക് പച്ചമുളക് വരനോട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അതൊരു 3 മിനിറ്റോളം നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്തു. അത് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള നമ്മൾ ഇട്ട് കൊടുത്തു. 1.5 സവാള നമ്മളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ നൈസായിട്ട് കട്ട് ചെയ്തതാണ്, സ്ലൈസ് ചെയ്തിട്ടുള്ള സവാള. അല്പം കൂടി ചിക്കൻ വറുത്ത ഓയിൽ തന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഓയിലിൽ ഫുള്ള് മസാലയുടെ ആ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇത് നല്ല രീതിയിൽ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മളിതിനെ മിക്സ് ചെയ്യാണ്. ഇതേപോലെ ഈ ഒരു പരുവത്തിൽ നല്ല രീതിയിൽ സോട്ടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1.5 തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ഉടച്ചെടുക്കുകയാണത്. അത് നല്ല ഫയറിൽ തന്നെ ആ ഒരു ഓയിൽ മയം തെളിഞ്ഞു വരുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്യുകയാണ്. ഇതൊരു 5 മിനിറ്റോളം നമ്മൾ വളരെ നന്നായിട്ട് തന്നെ വരട്ടിയിടുക. അപ്പോൾ തക്കാളിയുടെ പച്ചക്കുത്തിലെല്ലാം പോയി, പുളിരസം എല്ലാം പോയി, ഈ ഒരു ഡ്രൈ അവസ്ഥയിൽ നമ്മൾ മസാല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മസാല. അത് നല്ല രീതിയിൽ നമ്മൾ സോട്ട് ചെയ്യുകയാണ്. വളരെ സ്ലോ ഫയറിൽ വേണം ചെയ്യാൻ. നമ്മുടെ എടുക്കുന്ന പാൻ നല്ല ചൂടാണെന്നതിന് ഓഫ് ചെയ്തിട്ട് വേണം മസാല ഇട്ടിട്ട് നമ്മളതൊരു 2 മിനിറ്റോളം നല്ല രീതിയിൽ അതിനെ സോട്ട് ചെയ്യണം. അതിൻ്റെ ശരിക്കും മസാലക്കുത്ത് പോകുന്ന രീതിയിൽ, അപ്പോഴാണ് നമുക്ക് കറിക്ക് പൂർണ്ണമായി ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമ്മളിതിൻ്റെ സ്റ്റോക്ക്, ഈ ചിക്കൻ്റെ ഗ്രേവി നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് തയ്യാറാക്കുകയാണ്. അതിനായിട്ട് ഒരു ചിക്കൻ്റെ കഴുത്തിൻ്റെ പീസ്, നമുക്ക് ഏതെങ്കിലും ഫാറ്റിൻ്റെ ഭാഗം കൂടുതൽ കിട്ടുന്ന പീസ് ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഇതിലേക്ക് നമ്മൾ അല്പം കൂടി സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ അല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കാൻ വയ്ക്കുകയാണ്. നമ്മൾ അല്പം ചിക്കൻ കറി തയ്യാറാക്കാനായിട്ടുള്ള സ്റ്റോക്ക് നമ്മൾ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. അത് നമുക്ക് ബൾക്കായിട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കറികളിലും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് തയ്യാറാക്കുമ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം അത് ഓപ്പൺ ആക്കിയാൽ മതി. അപ്പോൾ ചിക്കൻ്റെ ശരിക്കും സ്റ്റോക്ക്, അതായത് ആ ടേസ്റ്റ് മുഴുവൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടും. 2-3 വിസിലായാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്റ്റോക്ക് വാട്ടർ നമുക്ക് കിട്ടും. റെഡിയാക്കി വെച്ചിട്ടുള്ള സ്റ്റോക്ക് ഈ ഒരു പരുവത്തിൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ടുള്ള, ഒരുപാട് നമ്മൾ ലൂസ് ആക്കുന്നില്ല, നല്ല ടൈറ്റായിട്ട് തന്നെയാണ് നമ്മൾ ഗ്രേവി ഇരിക്കുന്നത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സോഫ്റ്റായിട്ട് ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്കായിട്ട് മാഗി ക്യൂബൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ തന്നെ തയ്യാറാക്കുക. അപ്പോൾ നല്ല ഓയിൽ മയമുള്ള ഗ്രേവി നമ്മുടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നമ്മൾ ശരിക്കും ടൈറ്റായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ സെക്കൻഡ് പാൽ ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ഇത്തിരി സോട്ടായി വരുമ്പോൾ ഒരു 2 മിനിറ്റ് നമ്മൾ അതിലിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ 1-ാം പാൽ ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്യുക. അതിലേക്ക് അല്പം ജീരകത്തിൻ്റെ പൊടി, കുരുമുളകിൻ്റെ പൊടി, ഗാർണിഷിനായിട്ട് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ ചിക്കൻ മസാല തേങ്ങാപ്പാലൊക്കെ ഇട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല നാടൻ മെത്തേഡിലുള്ള ചിക്കൻ മസാല നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്തിരിക്കുന്ന ചിക്കൻ മസാല നല്ല ടൈറ്റ് ഗ്രേവിയാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ അല്പം വറുത്തരപ്പ് ആഡ് ചെയ്യാം. ഇത് നമ്മൾ വറുത്തരപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല, തേങ്ങാപ്പാലിലാണ് അതിൻ്റെ കുക്കിംഗ് വരുന്നത്. ചിക്കൻ നമ്മൾ മസാലയിൽ അത്യാവശ്യം നല്ല മസാലയിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് മുഴുവൻ ആ ചിക്കനിൽ കിട്ടും. നമ്മൾ ആ ഓയിൽ കൊണ്ടാണ് ഈ ഒനിയൻ സോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രത്യേക ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും.